ഇന്നത്തെ റെസിപ്പി ചെറുപയർ വെച്ചുള്ള ഒരു സുഖിയനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചെറുപയർ 1/2 കിലോ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് വെള്ളത്തിലിട്ട് കുതിർത്തെടുക്കണം. അതിനുശേഷം ഇതുപോലെ നമുക്ക് വെള്ളം ഒഴിച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇതൊരു 3/4 വേവാകുമ്പോൾ നമുക്ക് ഇതൊന്ന് വെള്ളം ഊറ്റിക്കളയണം. ഒട്ടും വെള്ളമില്ലാതെ ഊറ്റിക്കളയാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. അതിലേക്ക് ഏലക്ക, തേങ്ങ ചിരകിയത്, ശർക്കര. നമുക്ക് ഏലക്ക ഒന്ന് പൊടിച്ചെടുക്കാം. കുറച്ച് പഞ്ചസാര ചേർത്ത് പൊടിച്ചെടുത്താൽ പെട്ടെന്ന് പൊടിഞ്ഞു കിട്ടും. ഇനി നമുക്ക് ചൂടാറിയ ചെറുപയറിലേക്ക് ഏലക്ക പൊടിച്ചത് ഫസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനിയാണ് നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കേണ്ടത്. ഇത് അരിപ്പൊടിയാണ്. അരിപ്പൊടി ചേർത്താൽ മാത്രമേ ഉള്ളൂ ഇത് ബോളായിട്ട് നമുക്ക് കയ്യിൽ പിടിക്കാൻ കഴിയുക. ഇനി നമുക്ക് ആവശ്യത്തിന് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കൈ വെച്ച് ഇതുപോലെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ബോളാക്കി നോക്കാം. ഇതുപോലെ ഓരോന്നും ഓരോ ബോളുകളാക്കി മാറ്റി വയ്ക്കാം. ഇതിവിടെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ചുട്ടെടുക്കണം. ഇതുപോലെ ഒരു മാവ് ഉണ്ടാക്കിയതിന് ശേഷം ഓരോ ബോളുകളായി എടുത്ത് ഇതിലേക്ക് വെച്ച് ഇതുപോലെ ഒന്ന് കവർ ചെയ്യുക. എന്നിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. മാവ് ലൂസാവാതെ നിങ്ങൾ ശ്രദ്ധിക്കണം. ലൂസായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാൻ കഴിയില്ല. കുറച്ച് ടൈറ്റിൽ മാവ് ഉണ്ടാക്കുക. ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് ചുട്ടെടുക്കണം. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് ഇത് വേവിച്ചെടുക്കണം. ഇതാണ് നമ്മുടെ സുഖിയന്. ഇതൊക്കെ മാവൊക്കെ കവർ ചെയ്ത് നല്ലപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് കൂടി നമുക്ക് ചുട്ടെടുക്കാം. ഇങ്ങനെയാണ് ചായക്കടയിലൊക്കെ സുഖിയൻ ഉണ്ടാക്കുന്നത്. ഇതെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം.